എമ്പുരാൻ റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രവേഴ്സീസ് ഒക്കെ ഇങ്ങനെ കത്തിപ്പോകുന്നു. വൺ സൈഡ് മമ്മൂക്ക ആൻഡ് ദ അതർ സൈഡ് ആസിഫ് അലി. ഈ രണ്ടുപേരും അവർക്ക് കൃത്യമായ നിലപാടുള്ള ആളുകളാണെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. മമ്മൂക്ക എന്ന് പറഞ്ഞുള്ള മഹാനടൻ്റെ ഒരു റെസ്പോൺസ് എന്തായിരിക്കും ഈ ഒരു വിഷയത്തിൽ എന്നുള്ളത് അറിയാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ മല്ലിക സുകുമാരൻ, പൃഥ്വിരാജിൻ്റെ അമ്മ, മമ്മൂക്ക അവർക്ക് മെസ്സേജ് അയച്ചതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ന്യൂസിൽ വന്നിരുന്ന് പറയുന്നത് ഞാൻ കേൾക്കാനിടയായി. ദാറ്റ്സ് എ റിയലി ഗുഡ് തിങ്. കാരണം ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് നമ്മളൊരു വാക്ക് പേഴ്സണലി പറയുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ള റിലീഫായിരിക്കും. പബ്ലിക്കായിട്ട് വന്ന് പറയണോ വേണ്ടേ, ദാറ്റ്സ് അപ് ടു എ പേഴ്സൺ. ഓക്കെ, ആ പേഴ്സൻ്റെ സിറ്റുവേഷൻ ഓർ അപ് ടു ദാറ്റ് പേഴ്സൺ. ബട്ട് ഏറ്റവും അടുത്തുള്ളവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ പബ്ലിക്കിൽ ഒരു സ്റ്റണ്ട് കാണിച്ച് ചെയ്യണമെന്നില്ല. നമുക്കത് പേഴ്സണലി ചെയ്യാൻ പറ്റും. അത് അദ്ദേഹം ചെയ്തു എന്നറിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് ആസിഫ് അലി, ആസിഫ് അലിയോട് ഇവിടെ എത്രയോ സിനിമാ നടന്മാരും നടിമാരും ഉണ്ട്. ഒക്കെ സിനിമ റിലേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്, അസോസിയേഷൻസ് ഒരുപാടുണ്ട്. ഇവരാരും ഈ ഒരു വിഷയത്തിൽ പ്രത്യക്ഷത്തിലൊന്നും പറയുന്നതായിട്ട് കണ്ടിട്ടില്ല. സോ ആസിഫ് അലി ആദ്യമായിട്ട് ഈ കാര്യത്തിൽ എമ്പുരാൻ വിവാദം നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്തവർ ഒളിച്ചിരുന്ന് കല്ലെറിയുന്നു, സിനിമയെ സിനിമയായി കാണണം. ആസിഫ് അലീനെ ഏറ്റെടുത്തിരിക്കുകയാണ്. മോഹൻലാൽ ഫാൻസ് ആണെങ്കിലും പൃഥ്വിരാജ് ഫാൻസ് ആണെങ്കിലും സിനിമ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തികളാണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ ആസിഫ് അലി ഈ വിഷയത്തിൽ ആസിഫ് അലിയുടെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ മമ്മൂക്ക പൃഥ്വിരാജിൻ്റെ അമ്മയ്ക്ക് അയച്ച മെസ്സേജിനെ കുറിച്ച് അവർ പറയുന്നത് നോക്കാം. ഏറ്റവും വലിയൊരു ഒരു ഒരു ഇത് തോന്നിക്കഴിഞ്ഞത് എന്റെ പോസ്റ്റ് കണ്ടു എന്ന് പറഞ്ഞ് മാത്രം ഒരു മെസ്സേജ് മലയാളത്തിലെ ഏറ്റവും വലിയ മെഗാസ്റ്റാറിന്റെ ഇത് കണ്ടു, വിഷമിക്കണ്ട. അതാണ് മലയാളി എന്ന് പറഞ്ഞ സിനിമാ സമൂഹം കണ്ടുപഠിക്കേണ്ടത്. വേറെ ആരുമല്ല ശ്രീ മമ്മൂട്ടി. നിങ്ങളൊക്കെ പറയുന്നത് അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല എന്നുള്ള എനിക്ക് നല്ല ഭംഗിയായിട്ടറിയാം. അതൊന്നുമില്ല. ഒരു 2-3 മാസം വിശ്രമിക്കുക, എന്തെങ്കിലുമൊക്കെ പ്രാഥമിക ചികിത്സകൾ ചെയ്യുക. അദ്ദേഹത്തെ അത് കഴിഞ്ഞ് സുഖമായിട്ട് അദ്ദേഹം വന്ന് അഭിനയിക്കും. പോട്ടെ. ആ മനുഷ്യൻ ഇങ്ങനെ വിശ്രമവേളയിൽ പോലും, ദൈവമേ, പെരുന്നാളായിട്ട് ഞാൻ പറയാണ്, എനിക്കൊരു മെസ്സേജ് അയച്ചു, പോസ്റ്റ് കണ്ടു, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അതായത് ഒരു ആശ്വാസവചനം പറയാനായിട്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ചേച്ചി, അമ്മ, ആന്റി, അമ്മൂമ്മ എന്നൊക്കെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് അയച്ചത് ഇന്നലെ രാത്രിയിൽ എനിക്ക് കിട്ടുന്നത് ശ്രീ മമ്മൂട്ടിയുടെയാണ്. എന്റെ ജീവിതത്തിൽ ഞാനിതൊക്കെ എന്റെ മക്കളോട് ഇന്നലെ രാത്രി പറഞ്ഞു, ഞാൻ മറക്കരുതെന്ന് പറഞ്ഞു. അവിടെ അദ്ദേഹം ജാതിയും മതമൊന്നും നോക്കിയില്ല. ഇന്ന് പെരുന്നാളാണ്, വീട്ടിലെത്തി തിരക്ക് ഊഹിക്കാമല്ലോ. പോട്ടെ, എന്തെങ്കിലും ആട്ടെ, മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് അദ്ദേഹം എവിടെയോ ഇരിക്കുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലും ഇത് ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ മല്ലിക ചേച്ചി പ്രയാസം തോന്നുമായിരിക്കും എന്നൊരു തോന്നലെങ്കിലും ഒരു മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കാൻ ആ മനുഷ്യന് സാധിച്ചില്ലേ? വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? വേറെ ആരെങ്കിലും എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ ഒരു പുസ്തകത്തിന്റെയും ഒരു പ്രസ്ഥാനത്തിന്റെയും ഒരു സംഘത്തിന്റെയും ഒന്നും പേര് പറഞ്ഞൊന്നും പേടിപ്പിക്കരുത്. ഞങ്ങളെ വളർത്തിയത് ഈശ്വരനാണ്. ആ ദൈവീക ശക്തി ഞങ്ങളുടെ മമ്മൂക്ക എന്ന് പറഞ്ഞ മഹാനടൻ മാത്രമാണ് സിനിമ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇവരെ വിളിച്ചതോ അല്ലെങ്കിൽ ഇവർക്കൊരു മെസ്സേജ് അയച്ചതോ. അത് തന്നെയാണ് മമ്മൂക്ക എന്ന് പറഞ്ഞുള്ള നടൻ. ആ വ്യക്തിയുടെ വ്യക്തിത്വം പലരും പറഞ്ഞ് നമുക്ക് അറിയാം. ഇതിനു മുമ്പും പല വ്യക്തികളും പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് ക്ലിയറായിട്ട് അതിൽ എങ്ങനെ ഇടപെടണോ ആ രീതിയിൽ ഇടപെടും എന്നുള്ളൊരു ഹ്യൂമാനിറ്റിയുടെ കാര്യത്തിൽ മമ്മൂക്ക എന്ന് പറയുന്നത് ഒരു ജം ഓഫ് എ പേഴ്സൺ. അത് വീണ്ടും തെളിയിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ മല്ലിക സുകുമാരൻ ഇന്നലെ മുതൽ എല്ലാ ചാനലുകളിലും വരുന്നുണ്ട്. അവർക്ക് പറയാനുള്ള അവരെ മകനെക്കുറിച്ച് വരുന്ന ഓരോ ആരോപണങ്ങളും, മകനെക്കുറിച്ചും മരുമകളെക്കുറിച്ചും വരുന്ന ഓരോ ആരോപണങ്ങൾക്കും സ്ട്രോങ് ആയിട്ട് ആ ഒരു അമ്മ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു മനുഷ്യൻ ഞാൻ ലിറ്ററലി ആരും കാണുന്നു. ഇന്ന് പറഞ്ഞാൽ ജിയോ ബേബി എവിടെയോ ഞാൻ കണ്ടു, ഒരു ചാനലിൽ ഇരിക്കുന്നുണ്ട്. ആൻഡ് മമ്മൂക്ക ഇപ്പോൾ ഈ അയച്ച പേഴ്സണൽ അല്ലാതെ പിന്നെ ആസിഫ് അലീനെ മാത്രമേ ഞാൻ കണ്ടത്. ഓക്കെ, സിനിമക്കാരാണ്, നിലനിൽപ്പ് ഈസ് ദെയർ. ഓക്കെ, ആ നിലനിൽപ്പ് നിങ്ങൾ പാർട്ടിയുടെ കൂടി നോക്കിയും അല്ലെങ്കിൽ മതത്തിൻ്റെ ഇത് നോക്കിയിട്ടൊക്കെ നിങ്ങളൊരു കലാകാരനോ കലാകാരിയോ ആണെന്നുണ്ടെങ്കിൽ, കലയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, നാളുകളിൽ നിങ്ങളുടെ കലയുടെ മുകളിലും വരാൻ പോകുന്ന ഒരു കത്രിക വെട്ടാണ് സത്യം പറഞ്ഞപ്പോൾ എമ്പുരാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുള്ളൊരു കാര്യമില്ലേ? അൺഫോർച്യുനേറ്റ്ലി ഇവിടെ അതൊന്നും കാണുന്നില്ല, പലരും കാണിക്കുന്നില്ല. ബട്ട് ഇറ്റ്സ് എ റിയലി ഗുഡ് തിങ്. മല്ലിക സുകുമാരൻ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിക്കകത്തുനിന്ന് ആരും, അവരങ്ങനെ തന്നെ പറഞ്ഞു, ആരും എന്താ എങ്ങനെയാന്നുള്ളത് പോലും ഒരു രീതിക്കും കോണ്ടാക്ട് ചെയ്യാതിരുന്നപ്പോൾ
മമ്മൂക്ക എന്ന് പറഞ്ഞ മഹാനടൻ അവരെ കോണ്ടാക്ട് ചെയ്തു, അല്ലെങ്കിൽ അവർക്കൊരു മെസ്സേജ് അയച്ചത് അവർക്ക് അത്രയും വലിയൊരു കാര്യമാണെന്ന് തന്നെ അവർ എടുത്തു പറയുകയാണ്. ഇനി കമ്മിങ് ടു അവർ ആസിഫ് അലി. ഓക്കെ, ആസിഫ് അലി ഈ ഒരു വിഷയത്തിൽ ചോദ്യം ചോദിച്ച സമയത്ത് പറഞ്ഞ കാര്യങ്ങളിലേക്കും കൂടി നമുക്കൊന്ന് പോയോക്കാം. എനിക്ക് വിവാദങ്ങളോട് അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ല. കാര്യം ഇതൊരു ചെറിയ പെരുന്നാളാണ്, ബലി പെരുന്നാളല്ല, എന്നെ ബലി കൊടുക്കരുത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം എന്ന് പറയുമല്ലോ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നമ്മളൊരു വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് എഴുതി വിടുമ്പോൾ ഉണ്ടാവുന്ന വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങൾ, ചില കോമൻസ് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സിനിമയായിട്ട് തന്നെ കാണുക, അത് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതിൽ എഴുതി കാണിക്കാറുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് ഇതിന് ബന്ധമില്ലെന്നും ഇത് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണെന്നും എല്ലാം. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് പല രീതിയിൽ ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ എനിക്ക് അറിയില്ല. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സിനിമയായിട്ട് കാണുക. ആ 3 മണിക്കൂർ അല്ലെങ്കിൽ ആ 2.5 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് സിനിമയെ കാണുക. സിനിമയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം വേണമെന്ന് എന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് നമുക്കാണ്. അപ്പോൾ ആ തീരുമാനം നമ്മുടെ കൈകളിലായിരിക്കണം. അത് സിനിമയായാലും നമ്മുടെ ചുറ്റുപാടുകളായാലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. എക്സാക്ട്ലി ഓൺ പോയിന്റ്. അതായത് ഒരു സിനിമയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എന്തൊരു കാര്യം, എന്തൊരു വസ്തു നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തീരുമാനിക്കണം, നമ്മൾ ഓപ്റ്റ് ചെയ്യണം, അല്ലാതെ നടക്കില്ല. പിന്നെ സിനിമയായിട്ട് കാണണം എന്നുള്ളതിന് അതിൻ്റെ റിയാലിറ്റി. ഇദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരാളാണ്. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ഇദ്ദേഹം പറഞ്ഞല്ലോ. അതും ഒരു ഫെസ്റ്റിവൽ ടൈമിൽ ഫാമിലിൻ്റെ ഒപ്പം. അദ്ദേഹത്തിൻ്റെ തറവാട്ടിലാണ് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് മീഡിയാസ് വന്നപ്പോൾ ഇല്ല എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയില്ല, കാര്യങ്ങൾ പറഞ്ഞു. നിലപാട്, നിലനിൽക്കാനുള്ള പെടാപ്പാട്, ഇത് രണ്ടും തമ്മിൽ ഭയങ്കര മാറ്റമുണ്ട്. വാട്ട് യു ആർ സീയിങ് ഈസ് എ നിലപാട്. ആസ് എൻ ആക്ടർ 3 മണിക്കൂർ 2 മണിക്കൂർ 2.5 മണിക്കൂർ അവർ ചെയ്യുന്ന വർക്കിനെ ഒരു കലയായിട്ട് തന്നെ കാണണം. അതിലെ കഥാപാത്രങ്ങളും സിറ്റുവേഷനൊക്കെ ഒരു ഫിക്ഷനാണ് എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എടുക്കാൻ പറ്റണം. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഇപ്പോൾ അതിനൊരു മേജർ എക്സാമ്പിളാണ് നമ്മുടെ മേജർ രവി. ഈ വ്യക്തി ആദ്യം കാണിച്ചതൊക്കെ മലയാളികൾ കണ്ടതാണ്. FDFS കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് മല്ലികാസുകുമാരനെ കെട്ടിപ്പിടിക്കുന്നു, പൃഥ്വിരാജിനെ കെട്ടിപ്പിടിച്ച് പറയുന്നു അയ്യോ ഇതെന്തോ വലിയ സംഭവമാണെന്ന് പറയുന്നു, ലാലേട്ടനെ കെട്ടിപ്പിടിക്കുന്നു, ഉഷാർ എന്ന് പറയുന്നു, കാറ് കയറുന്നു, അടിപൊളി സിനിമ, ഇത് ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മൂപ്പര് മറന്നുപോയി, അയ്യോ ഞാനൊരു BJP-കാരനാണല്ലോ, മനസ്സിലായ. പിന്നെ നേരെ അവിടെ എത്തി സംഘത്തു നിന്ന് ലെറ്റർ വന്നപ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും എന്ത് പരിപാടിയാണ് കാണിച്ചതെന്നുള്ളത്. സിനിമ കണ്ട സമയത്ത് മൂപ്പർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നില്ലേ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ നേരെ നടക്കുന്നു, നെക്സ്റ്റ് ഡേ കാറ് കയറുന്നു, ഒറ്റയടിക്ക് പ്ലേറ്റ് മാറ്റുന്നു. അതുപോലെയുള്ള ആളുകൾ ഓക്കെ, ഒരു തരത്തിലും സ്വന്തമായിട്ടുള്ള ഒരു നിലപാട് കാണിക്കാൻ പറ്റാത്ത ആളുകളുടെ മുന്നിൽ ആസിഫ് അലീനെ പോലുള്ള ആളുകൾ ഒരു വേറിട്ട ശബ്ദം തന്നെയാണ് ആക്ച്വലി. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയക്ക് ഇപ്പോൾ ലാലേട്ടനോ ഞാനെന്നോ നിങ്ങളെന്നോ ആരുമില്ല. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്താണ്, ഒരാളെ കുറ്റം പറയാൻ 5 or 6 പേര് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സ്ഥിരമായി കാണുന്നത്. അത് സോഷ്യൽ മീഡിയയുടെ ഒരു ട്രെൻഡാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ചെയ്യുന്നത് ഒളിച്ചിരുന്ന് അഭിപ്രായങ്ങൾ പറയുക, ഒളിച്ചിരുന്ന് കല്ലെറിയുക എന്ന് പറയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമാണ് പല സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അപ്പോൾ ആളുകളോട് പറയാനുള്ളതും അതാണ്, നമുക്ക് ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ഇപ്പം സോഷ്യൽ മീഡിയ അറ്റാക്സ് ഒക്കെ ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്നത് അതൊരു പ്രാവശ്യം അനുഭവിച്ച് കഴിഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മളെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് അറിയാവുന്നവരും അറിയാത്തവരുമായ ആളുകൾ കുറ്റം പറയുകയും മോശം പറയുകയും ചെയ്യുമ്പോൾ അവരുടെ ചുറ്റുമുള്ളവരും അവരെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ടാകുന്ന വിഷമം എന്താണെന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയാതിരിക്കുക. അപ്പോൾ ഇത്രയും സംഭവം മോഹൻലാലിനെ ഇങ്ങനൊരു ഗതപ്രദം അദ്ദേഹം നടത്തുന്നു. പക്ഷേ അദ്ദേഹത്തിനൊപ്പം നിൽക്കാനായിട്ട് പലപ്പോഴും ആരും ഇപ്പോൾ തയ്യാറാകുന്നില്ല. സിനിമയിൽ നിന്നും ആരും തുറന്ന് പറയുന്നില്ല അദ്ദേഹത്തിന് ഒരു സപ്പോർട്ടാണ് ഇതിലാറ്റും ഉണ്ടെന്ന് തരത്തിലോ എന്ന് പറയുന്നില്ല. എന്തായിരിക്കും അതിൻ്റെ കാര്യം? അതെനിക്ക് തോന്നുന്നത് ആ പർട്ടിക്കുലർ സിനിമയെ റിലേറ്റഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നത് കൊണ്ടായിരിക്കാം. ഇപ്പം സിനിമയെക്കുറിച്ചുള്ള സംസാരങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമയുടെ പിന്നണി പ്രവർത്തകരാണ് ഇപ്പോൾ അഭിപ്രായങ്ങളായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ എല്ലാവരും എന്താ ചെയ്യുക, ന്യായം എന്താണെന്ന് നമുക്ക് തോന്നുന്നത് ആരുടെ കൂടെയാണോ അവരുടെ കൂടെ നമ്മൾ നിൽക്കുമല്ലേ നമ്മൾ ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും നമ്മളുടെ ഇനിയുള്ള പ്രതികരണങ്ങളും എല്ലാ കാലത്തെ പ്രതികരണങ്ങളും. എമ്പുരാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ
5:30ക്കുള്ള ഷോ ഉണ്ട്. ന്യായം ആരുടെ ഭാഗത്താണോ, ന്യായം ആരാണോ പറയുന്നത് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. അത് പൃഥ്വിരാജ് ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും അവരെ കൂടെ ഇപ്പം നിൽക്കുന്നവർ തന്നെയായിരിക്കും കാലാകാലവും ഇനി അവരുടെ ഒപ്പം നിൽക്കാനുള്ളത്. മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആളുകളും ഉള്ളത്. ആൻഡ് ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നു മുരളി ഗോപി. ഓക്കെ, മുരളി ഗോപി മാപ്പ് പറയില്ല, മുരളി ഗോപിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സാധനം പ്രതീക്ഷിക്കേണ്ട, വേണ്ട. കാരണം മുരളി ഗോപി പറയില്ല എന്ന് തന്നെയാണ് എൻ്റെ മനസ്സും പറയുന്നത്. കാരണം അയാൾ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ലീഗ് മാൻ, ഈസ് എ ഡിഫറെൻറ്റ് ലീഗ്. അയാൾക്കൊണ്ട് മാപ്പ് പ്രേമിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി സംഘപരിവാറല്ല, അതിൻ്റെ മൂത്ത യജമാനം വന്നാലടക്കം നടക്കുന്ന പരിപാടിയൊന്നുമില്ലേ, മനസ്സിലായോ? ഓക്കെ, ലാലേട്ടനൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിലപാട്, നിലനിൽപ്പിനുള്ള പെടാപ്പാട് നമുക്ക് ആലോചിക്കുമ്പോൾ ചെയ്തു പോകും. മുരളി ഗോപിക്ക് അങ്ങനത്തെ വിഷയമേ ഇല്ല. മുരളി ഗോപി പല സാഹചര്യങ്ങളിലായിട്ട് മുരളി ഗോപിൻ്റെ പോസ്റ്റുകൾ, മുരളി ഗോപിൻ്റെ വാക്കുകൾ അതിലൊക്കെ വളരെ പ്രകടമാണ്. റൈറ്റ് വിങ്ങിൻ്റെ ഫാസിസ്റ്റ് പരിപാടികൾക്കെതിരെ അയാളുടെ ഒരു നിലപാട് തന്നെ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. സോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളുടെ ഭാഗത്തുനിന്ന് നിങ്ങളൊരു മാപ്പല്ല, നിങ്ങളൊരു കോപ്പ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതെന്നേ പറയാനുള്ളൂ. സോ അറ്റ് ലാസ്റ്റ് ഫൈനലി മമ്മൂക്ക ആൻഡ് ആസിഫ് അലി ഒന്നും പറയാനില്ല. ഇതേപോലെയുള്ള ആളുകളാണ് ശരിക്കും ഈ സമയത്ത് മോഹൻലാലിനാണെങ്കിലും പൃഥ്വിരാജിനാണെങ്കിലും ഈ സിനിമയ്ക്കാണെങ്കിലും സിനിമയ്ക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇങ്ങനെയുള്ള നിലപാടുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്രിഷ്യേറ്റ് ചെയ്യുക. അതവർ ചെയ്യുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി സിനിമ നന്നായിട്ട് അറിയാവുന്ന ഒരു മന്ത്രി, കേന്ദ്രത്തിൻ്റെ ഭാഗമായ മന്ത്രി വരെ നമുക്ക് ഉണ്ട് ഇവിടെ. ആ വ്യക്തിയടക്കം ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അറിയില്ല സുരേഷ് ഗോപിയുടെ ഒക്കെ ഒരു കോൾ എന്തായിരിക്കും ഈ കാര്യത്തിൽ എന്നുള്ളത്. ലെറ്റ്സ് സീ.